everyone, it's me Harsha and welcome back to our channel. ഇന്ന് ഒരു വ്ളോഗാണ് ബിക്കോസ് ഇന്ന് karvachauth ആണ്, അതായത് October 20th ആണ് 2024 karvachauth വരുന്നത്. അപ്പോൾ ഞാൻ 4 മണിയായി. ഞാൻ എല്ലാ തവണയും ഞാൻ പിന്നെയാണ് കുളിക്കാറ്, പക്ഷേ ഞാൻ ഈ പ്രാവശ്യം എന്തെങ്കിലും കുളിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് 3:30 ആയപ്പോൾ എഴുന്നേറ്റു. ക്ഷമിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് പൊട്ടത്തൊരൊക്കെ തൊട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കണം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്യാം ആൻഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പൂജയൊക്കെ ചെയ്യാം. കാരണം നമുക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കഴിച്ചു തീർക്കണം. അപ്പം ജപിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കഴിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമേ കഴിച്ചിട്ട് പിന്നെ നമുക്ക് പൂജ ജപമൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചപ്പാത്തിയും കറിയായിരുന്നു ഉണ്ടാക്കിയത്. ഞാനെപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ വിശക്കില്ല കുറേ നേരത്തേക്ക്. അപ്പോൾ കുറേ നേരത്തേക്ക് നമുക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം ജപിക്കുകയൊക്കെ ചെയ്യാണ് ചെയ്തത്. ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ഫുള്ള് വർഷവും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും karvachauth വരാനായിട്ട്. കാരണം എനിക്ക് അത്രയും ഇമോഷണലും അത്രയും ഹാപ്പിനെസ്സും തരുന്നൊരു എന്താ ഒരു സംഗതിയാണിത്, ഒരു ഫെസ്റ്റിവലാണിത് നമ്മൾ karvachauth എന്ന് പറയുമ്പോൾ. പൊതുവെ നമ്മുടെ കേരളത്തിലൊന്നും ഇത് ആഘോഷിക്കില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനത് ഫുള്ളായിട്ടും ആഘോഷിക്കും. ഫുൾ റിച്വൽസ് എങ്ങനെയാണോ അതിൻ്റെ അതൊക്കെ അങ്ങനെ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ജപിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മുഖമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ജപിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോൾ എന്താ വാവ എഴുന്നേറ്റ് വന്നേക്കണം. 6 മണി 6:30 ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് വാവ എഴുന്നേറ്റ് വന്നതാണ്. വാവയ്ക്ക് ഞാൻ TV ഒക്കെ വെച്ച് കൊടുത്ത് അവനവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് വ്രതമാണ്, ഇതിൽ അമ്മേനെ ഒട്ടും ശല്യം ചെയ്യരുത്, ഗുഡ് ബോയ് ആയിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ അവൻ അങ്ങനെ നന്നായിട്ടൊക്കെ കേട്ടോ. ഇതിപ്പോൾ ഇത് അവനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുകയാണ്. എനിക്കൊന്നൊരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്ത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മൈലഞ്ചിയൊക്കെ ഇട്ടു. ഇത് ഞാനല്ല ഏട്ടനിട്ട് തന്നതാണ്. ഒരു കയ്യിൽ ജിബിന്നും മറ്റേ കയ്യിൽ ജയവർദ്ധനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴേ മേളിൽ വന്നേക്കാണ്. കാരണം വൈകുന്നേരത്തേക്ക് മറ്റേ നമ്മുടെ karvachauthൻ്റെ താലി ഉണ്ടല്ലോ, പൂജാ താലി, അതൊന്ന് എടുക്കണം. ഞാനൊരു മേളിൽ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് പിന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതെടുക്കാൻ വന്നേക്കണം, അതെടുക്കണം. ഇപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ 1 മണിയായി കേട്ടോ ഉച്ചയ്ക്ക്. വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശക്കുന്നില്ല, ദാഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ റെഗുലർലി ഇങ്ങനെ വെള്ളം കുടിക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ന് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ആൻറ്റിയുടെ അടുത്ത് പോകണ്ട, ആ ആൻറ്റിയുടെ അടുത്ത് പോയി. അങ്ങനെയൊക്കെ കുറച്ച് സമയം പോയി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ചിൽഡ് ചെയ്യാം. അങ്ങനെ ഭയങ്കര അടുക്കളയിൽ പണിയുമില്ല. അങ്ങനെ മോനെ സ്കൂളിലേക്കുണ്ട്, എനിക്കെങ്ങും പോകണ്ട, ഏട്ടൻ ഓഫീസിൽ പോകണ്ട, ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല ചില്ലായിട്ടൊക്കെ ഇരിക്കുന്ന കാരണം വലിയ പാടില്ല. ഇനിയിപ്പോൾ വാവയ്ക്ക് ചോറ് കൊടുത്തിട്ട് ഇച്ചിരി നേരം കിടക്കാം. അത് കഴിഞ്ഞ് വൈകുന്നേരം റെഡി ആയിട്ട് വേണം നമുക്ക് ബാക്കി പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇന്നാണെങ്കിൽ ചന്ദ്രൻ താമസിച്ചേ വരുള്ളൂ, താമസിച്ചേ വരുള്ളൂ, അത് ഉറപ്പാണ്. അപ്പോൾ ഇതാ എൻ്റെ മെഹന്തി നല്ല ഡാർക്കായിട്ടുണ്ട് കേട്ടോ. മെഹന്തി എത്ര ഡാർക്കാവുന്നു അത്രയും നമ്മുടെ ഹസ്ബൻഡിന് നമ്മളോട് സ്നേഹം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഈ വർഷം ഡാർക്കായതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഈ വർഷം എൻ്റെ അടുത്ത് സ്നേഹം കൂടിയോന്ന്. കണ്ടില്ലേ? അപ്പം ഞാനിവിടുന്ന് മറ്റേ എൻ്റെ താലി എടുക്കാൻ നോക്കട്ടെ കേട്ടോ. എന്താ കണ്ടില്ലേ, നമ്മുടെ താലിയുണ്ട്, പിന്നെ നമ്മുടെ അരിപ്പയുണ്ട്, വെള്ളം കളിക്കാനുള്ള മറ്റേ കലശമുണ്ട്, പിന്നെ ദീപങ്ങളുണ്ട്. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ താലി. നല്ല എല്ലാം ഡെക്കറേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്യേണ്ടി ഒന്നും വരില്ല. അടിപൊളിയായിട്ടുള്ളൊരു സാധനം കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോഴും ഭംഗിയല്ലേ. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ എന്തായാലും ഇനി താഴെ പോട്ടെ. ഇതിപ്പോൾ വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആവാനായിട്ട് പോവാണ്.
അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് വന്നിട്ട് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ വന്നു, ഡ്രസ്സ് ഇട്ടു ആൻഡ് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് സിമ്പിളായിട്ടൊരു ഹെയർ ട്വിസ്റ്റ് ചെയ്ത് ഒരു ബൺ കെട്ടി. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സെപ്പറേറ്റ് ഒരു കർവാചൗത്ത് മേക്കപ്പ് ലുക്കായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ, ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നല്ലൊരു സീറം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ ഇടുകയാണ്. ഇത് നിക്സിൻ്റെ ഫൗണ്ടേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അത് തന്നെയാണ് ഇട്ടേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അതായത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് ഹെവി ആയിട്ടൊന്നും മേക്കപ്പ് ചെയ്തില്ല, നോർമൽ നമ്മളെങ്ങനെയാണോ ചെയ്യുന്നത്. ഫൗണ്ടേഷനൊന്നും ഞാൻ നോർമലി ഇടാറില്ല, ബട്ട് സ്റ്റിൽ കർവാചൗത്ത് ആയതുകൊണ്ട് ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു കൺസീലർ അപ്ലൈ ചെയ്തു, കാരണം എനിക്കിപ്പോൾ നല്ല ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട്. വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറക്കമൊന്നും കറക്റ്റ് ആവണില്ല, എന്തോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഡാർക്ക് സർക്കിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്ത് നന്നായിട്ട് കോമ്പാക്റ്റൊക്കെ ഇട്ട് ഞാനൊരു മാറ്റ് ലുക്കാണ് കൊടുത്തത്, ഗ്ലോസി ലുക്കല്ല കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷ് ഇട്ടു കേട്ടോ. ഇത് ചേച്ചി എനിക്കൊന്ന് അയച്ചു തന്ന ബ്ലഷാണ്. ബ്ലഷ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ക്യാമറ തന്നെ ഐ മേക്കപ്പ് ചെയ്ത് ജസ്റ്റ് കാജലും ലൈനൊക്കെ ഇല്ലാതെ അത്ര ചെയ്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഗോൾഡൻ കളർ മാറിയിട്ടു, എന്നിട്ട് ഈ ഒരു കമ്പിൽ ഇട്ട് നല്ല ബ്ലീച്ചിങ് ഇട്ടു. ആൻഡ് ഇതാണ് ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത്. സിന്ദൂരം ഇട്ടു, നന്നായിട്ട് സിന്ദൂരമൊക്കെ ഇട്ടു. അപ്പോൾ ഫുൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഫുൾ ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഈ ചുരിദാർ എനിക്ക് ചേച്ചി അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒരു ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്തായിരുന്നു. നല്ല ലോങ് ആയിട്ടുള്ള കുർത്തി, പാൻറ് സ്റ്റൈൽ ബോട്ടമുമാണ് ഇട്ടേക്കുന്നത്. നല്ല ഹെവിയാണ് കേട്ടോ. മീൻസ് ഹെവി എന്ന് പറയുമ്പോൾ വർക്ക് ഹെവിയാണ്, അപ്പം നമുക്ക് ഇടുമ്പോൾ ഹെവി ആയിട്ടൊന്നും തോന്നില്ല. എന്താ ബാംഗിൾസൊക്കെ ഇട്ടു, മെറൂൺ ആൻഡ് ഗോൾഡൻ കളർ ബാംഗിൾസൊക്കെ ഇട്ടു. ഓവറോൾ ലുക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതൊരു നമുക്കൊരു ഫെസ്റ്റിവിനും മാരേജിനും ഒക്കെ പോകുമ്പോൾ ഒക്കെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഒക്കെ ട്രഡീഷണൽ വെയറിന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആയിരുന്നു. ആൻഡ് മെറൂൺ കളറേ എനിക്ക് എന്തോ വരുള്ളൂ ഡ്രസ്സിന് എപ്പോഴും. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ചന്ദ്രന്, അതായത് നിലാവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിശന്ന് വയ്യാണ്ടായി കഴിഞ്ഞായിരുന്നു കേട്ടോ. മേക്കപ്പൊക്കെ നല്ല സൂപ്പർബായിരുന്നു കേട്ടോ. നല്ല എന്താ സൂക്ഷ്മമായിട്ട് ഐ മേക്കപ്പൊക്കെ ഒന്ന് നോക്കുകയാണ്. സിമ്പിൾ ജസ്റ്റ് വിങ് ലൈനർ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതാ നിലാവ് വന്നില്ല, മഴക്കാറായിരുന്നു. അപ്പം ഞാൻ ഡൽഹിയിൽ എൻ്റെ ചേട്ടനെ ഫോൺ വിളിച്ച് അവിടുന്ന് വീഡിയോ കോൾ വഴിയാണ് ഞാൻ എൻ്റെ വ്രതം തീർത്തത് തന്നെ. ഫസ്റ്റ് തന്നെ നമ്മൾ ഭർത്താവിനെ നേരെ നിർത്തി ഭർത്താവിനെ ആരതി ഒഴിയും, പൊട്ട് തൊടിയിപ്പിക്കും, അതിൽ അരി എറിയും, മേളിൽ തലയിൽ ഇങ്ങനെ അരിയിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിലാവിന് വെള്ളം കൊടുക്കും, നിലാവിന് അർഘ് കൊടുക്കും, ജലം അർപ്പിക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ജലം അർപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പയെ കൂടെ ആദ്യമേ നിലാവിനെ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഭർത്താവിനെ നോക്കും. ഞാൻ ഏട്ടനെ നോക്കാൻ പോവാണ്. ഈ ഒരു മൂമെൻറ്റ് ഇറ്റ്സ് എന്താ പറയുക, ഭയങ്കര ഒരു വണ്ടർഫുൾ മൂമെൻ്റാണ്. ഞാൻ ഏട്ടനെ ഇങ്ങനെ അരിപ്പയെ കൂടി ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇമോഷണൽ ഫോർ ബോത്ത് ഓഫ് അസ്. കാരണം ഒബ്വിയസ്ലി ഏട്ടന് വേണ്ടിയിട്ട് വയ്ക്കണം, ഏട്ടനും അത് ഭയങ്കര ഒരു ഇമോഷണലാണ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാലൊക്കെ തൊഴുത് നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് വെള്ളം തരും, എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കും. അപ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ പ്രാവശ്യത്തെ കർവാചൗത്ത് വ്ളോഗ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുക ചെയ്തത്. അപ്പോൾ അടുത്ത പ്രാവശ്യവും ഞാനൊരു കർവാചൗത്ത് വ്ളോഗ് ഇടുന്നതായിരിക്കും. ഐ ഹോപ്പ് എനിക്ക് ഇടാൻ പറ്റട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ഐ ലവ് യു സെൽഫ്. ബൈ.